ഇതാ ഇതുപോലെ മനോഹരമായ സ്വീറ്റിയായ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എള്ളുണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. വാ പോകാം വീഡിയോയിലേക്ക്. ഹായ് പ്രിയങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം, ഒത്തിരി സന്തോഷം. നമ്മുടെ ക്യാരറ്റ് ഹൽവ അത്യാവശ്യം എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നി. നല്ല കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷേ ഇത് നമ്മൾ വിപണിയിൽ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ഉള്ളതാണ്. ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നാണ് എള്ള് എന്ന് പറയുന്നത്. കറുത്ത എള്ളാണ് ഏറ്റവും ഗുണമുള്ളത്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ഗുണമുള്ള സംഭവമാണ്. കറുത്ത എള്ള് സ്കിന്നിനും മുടിക്കൊക്കെ വളരെ ഉപകാരപ്പെട്ടതാണ്. ജലദോഷവും പനിയും ചുമയൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ സൗണ്ടൊക്കെ വളരെ പോയിട്ടുള്ള കേട്ടോ. ഞാനിവിടെ ഒരു 250 ഗ്രാം അളവിലാണ് എള്ളെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നേരത്തെ തന്നെ ജസ്റ്റ് ഇതൊന്ന് ഉണങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പൊടിയൊക്കെ മാറ്റിയിട്ട്. എന്നിരുന്നാലും നന്നായിട്ട് വാഷ് ചെയ്യണം. ഇതിനകത്ത് ചില എള്ളിനകത്തൊക്കെ പറയുന്നേക്കാം കളറൊക്കെ ചേർത്ത് വരാറുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് വാഷ് ചെയ്യാൻ പോകുന്നു. ഒരുപാട് സമയം ഒരു കാരണവശാലും വെള്ളത്തിലിട്ട് വയ്ക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മളിത് കഴുകി മാറ്റണം. ഇതിപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ അറിയാം, ഇതിനകത്ത് കളർ വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ കളറുണ്ടോ ചെളിയാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. മാക്സിമം ഒരു 2-3 തവണ ഇതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കാൻ ശ്രമിക്കണം. ഇപ്പോഴിതാ ഇതുപോലെ തന്നെ നമ്മൾ കഴുകിയെടുത്തപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടോ, ഭയങ്കര ചെളിയാണോ കളറാണോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു മാക്സിമം 2-3 തവണ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം. എള്ള് നന്നായി കഴുകി ഒരു 4 തവണയോളം ഞാൻ ഇത് വാഷ് ചെയ്തപ്പോഴും ഇതിൻ്റെ കളർ ഇതേപോലെ വന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും വെള്ളത്തിലിടാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയിട്ടുണ്ട് സ്ട്രെയിനറിലേക്ക്. ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുക, വെള്ളം പോകുന്നത് വരെ. ഒരുപാട് സമയം വയ്ക്കരുത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ശർക്കരയാണ് കേട്ടോ. ശർക്കരയോ കരിപ്പട്ടിയോ കൽക്കണ്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കരിപ്പട്ടിയാണേ. കരിപ്പട്ടി ആകുമ്പോൾ കുറച്ചും കൂടി ഗുണമുണ്ടാവും. കഫക്കെട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറും. ഇത് നാടൻ കരിപ്പട്ടിയാണെന്നൊക്കെ പറയുന്നു. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതൊന്നും കിട്ടത്തില്ലല്ലോ, പുറത്തുനിന്ന് വരുന്നതായിരിക്കും, അറിയില്ല. എന്തായാലും ഞാൻ കരിപ്പട്ടിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കരിപ്പട്ടി ഒന്ന് പാനിയാക്കി വരാം. കരിപ്പട്ടി ഒന്ന് നല്ലതായിട്ട് പാനിയാക്കി എടുക്കണം കേട്ടോ. പാനിയാക്കി എടുത്തിട്ട് അതിലാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കരിപ്പട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 250 ഗ്രാമാണ് കേട്ടോ. 250 ഗ്രാം പിന്നെ എള്ളും 250 ഗ്രാം കരിപ്പട്ടിയുമാണ്. അതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഒന്ന് കൂട്ടി കൊടുത്ത് ജസ്റ്റ് തിളച്ച് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് നല്ല ഒരു തിക്ക്, ഒരുപാട് ഒറ്റനൂൽ പരുവൊന്നും ആകണ്ട, എന്നാൽ ഒരുവിധം കുറുകി വരുന്ന രീതിയിൽ ഇത് പാനിയാക്കി എടുക്കണം. ആ സമയത്ത് ഇത് പാനിയാകുന്ന സമയത്ത് നമുക്ക് എള്ളൊന്ന് വറുത്ത് മാറ്റാം. ശർക്കര കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകണം. ഇങ്ങനെ ഒത്തിരി അങ്ങോട്ട് ഒറ്റനൂൽ പരുവാകണ്ട, എന്നിരുന്നാൽ കൂടി ഒന്നും കൂടി ഒന്ന് കുറുകി കുറച്ചും കൂടി വെള്ളം പറ്റിയെടുക്കും വരണം. എന്നാലേ അത് നമ്മൾ ലാസ്റ്റ് അത് ഉരുട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് പെർഫെക്റ്റായിട്ടത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. ഒപ്പം തന്നെ ഇതൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പേജിലേക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ അളവുകളെല്ലാം നമ്മളിടുന്ന റെസിപ്പീസൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റായിരിക്കും, ഇതുവരെ തെറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ പലരും നമ്മുടെ കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ ക്യാരറ്റ് ഹൽവ, തക്കാളി ചോറ്, ഇതൊക്കെ മുന്നേയുള്ള വീഡിയോസാണ് കേട്ടോ. അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മളടുത്ത് റിസൾട്ട് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീലങ്കൻ മീൻ കറി അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതാൻ കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്, അത് എഴുതാൻ മറക്കരുത്. കാരണം നിങ്ങൾ ഓരോ കമൻറ്റ്സ് ചെയ്യുമ്പോഴും വീഡിയോസ് കൂടുതൽ ആളുകൾ കാണുമ്പോഴുമാണ് നമുക്ക് വീഡിയോ ചെയ്യാനുണ്ടാകുന്ന ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് മറക്കാതിരിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഈസി റെസിപ്പികളുണ്ടെങ്കിൽ അതുകൂടി ഇട്ടുകൊണ്ട് ഞാനും ട്രൈ ചെയ്യാം. പക്ഷേ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതുവരെ ഒറ്റ റെസിപ്പി പോലും വന്നില്ല കേട്ടോ. എനിക്കിതൊന്നും നിങ്ങൾക്കിതൊന്നും അറിയാത്തതുകൊണ്ടാണെന്ന്.
എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് സ്നേഹം. നമുക്കിപ്പോൾ എന്തായാലും ഗ്യാസ് ഒന്ന് ഒരു 2 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. അതിൻ്റെ വെള്ളം കട്ടിയായിട്ട് എന്താ പറയുക, വെള്ളം പോലുള്ള പരുവമൊന്ന് മാറി, എന്നാലും ഒറ്റനൂൽ പരുവവുമല്ല. അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഗ്യാസിൽ നിന്ന് മാറ്റി കൊടുക്കാം. പകരം മറ്റൊരു പാത്രം വെച്ച് കൊടുക്കുന്നു. ഇതിൽ നമ്മൾ എള്ള് വറുക്കാനായിട്ടാണ്. ഇപ്പോൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരുന്ന എള്ളിട്ട് കൊടുക്കാം. എള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഇതൊന്ന് വെള്ളം മൊത്തം കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒന്ന് മാറ്റി വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. ഫുള്ളായിട്ട് നമുക്ക് വറുത്തെടുത്ത് വരാം. ഇവിടെ നമ്മുടെ എള്ള് നല്ലതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഞാനത് ഡ്രൈ ആക്കാൻ വേണ്ടി 5 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം വാർന്ന് വന്ന് അതിനുശേഷം അതിനകത്തുനിന്നൊരു ചെറിയ ഇങ്ങനെ കടുകൊക്കെ പൊട്ടുന്ന മാതിരി ഒരു സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. ഒരു കാരണവശാലും കരിഞ്ഞു പോകരുത്. ഓൾറെഡി എള്ളിന് ചെറിയൊരു കയ്പ്പരസം ഉള്ളതാണ്. അപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് അത്രയും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ വേണമെങ്കിൽ വറുത്ത് ചേർക്കാം കേട്ടോ. ചില ആളുകൾ തേങ്ങ വറുത്തിടാറുണ്ട്. പക്ഷേ തേങ്ങ വറുത്തിടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്കൊന്നും വെക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ റെഡി ടു യൂസിന് വേണ്ടി മാത്രമാണ് തേങ്ങ യൂസ് ചെയ്യാറുള്ളത്. വേണമെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ പൊട്ടുകടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് നട്ട്സാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ഇളക്കി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എള്ള് ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാഷ്നട്ടാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. പൊരികടലയോ അങ്ങനെ എന്തെങ്കിലും ചേർത്താൽ മതിയാവും. ഞാനിവിടെ കാഷ്നട്ടാണ് ചേർത്തത്. മുഴുവൻ എള്ളും നമ്മൾ ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര പാനി ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും ചെറിയ ജീരകവും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കും ചേർക്കാം കേട്ടോ. ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്താൽ മതിയാകും. നന്നായി ഇത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം കംപ്ലീറ്റായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മണമില്ലേ? ഓക്കെ, അടുത്ത് നിൽക്കുന്ന ആൾക്ക് മണം ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനിയാണ് ഇതിൻ്റെ എള്ളുണ്ടയുടെ ശരിക്കുള്ള ജോലി കിടക്കുന്നത് കേട്ടോ. വലിയൊരു ടാസ്ക്കാണ് ഇത് ഉരുട്ടി എടുക്കുക എന്നുള്ളത്. അതായത് ഗ്യാസ് ഓഫ് ചെയ്യുന്നു, ശേഷം ഒരു 2-3 മിനിറ്റ് ശേഷം നമ്മുടെ പത്തിരിക്കൊക്കെ നമ്മൾ കുഴക്കില്ലേ, അതേ പരുവത്തിൽ നല്ല ഒരുവിധം കൈ പൊള്ളുന്ന ചൂടോടുകൂടി തന്നെ വേണം ഇത് കുഴച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും എള്ളുണ്ട കറക്റ്റായിട്ട് നിങ്ങൾക്ക് വന്നാലും ഞാനത് ഈ വീഡിയോയിൽ കാണിക്കാം, ഇല്ലെങ്കിൽ അത് നമ്മൾ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ചൂട് കുക്കിംഗ് പഠിച്ച് വരുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ പൊള്ളാതെ. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് ഉരുളയാക്കി വരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ എള്ളുണ്ട ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം നല്ല ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് അത്രയും, അതായത് 250 ഗ്രാം എള്ളിൽ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എള്ളുണ്ട കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ ചൂടിൽ നമ്മളിത് ഉരുട്ടിയെടുക്കാൻ നോക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചൊരു 10 മിനിറ്റിന് ശേഷം ഒന്ന് ആറിയതിന് ശേഷമാണ് പിടിച്ചത്. അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു രീതിയിലേക്ക് നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങൾ ക്ഷമാപൂർവ്വം കാത്തിരിക്കുക. വീണ്ടും കാണാം. ബൈ.